അമേരിക്ക സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മോദി ഇന്ന് മടങ്ങിയെത്തും. അദ്ദേഹം മടങ്ങിയെത്തുന്നതിന് പിന്നാലെ 119 ഇന്ത്യക്കാരെ കൂടി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ തവണ കൊണ്ടുവന്നതുപോലെ കാൽച്ചങ്ങലയും കൈവിലങ്ങും അണിയിച്ചു തന്നെയാണോ അവരെ കൊണ്ടുവരിക എന്ന കാര്യം പോലും വ്യക്തമല്ല. പഞ്ചാബ് സർക്കാരിന് കിട്ടിയ വിവരമനുസരിച്ചാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ വൈറ്റ് ഹൗസിൽ പോവുകയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്ത മോദി ഒരക്ഷരം പോലും ഈ കുടിയേറ്റക്കാരെ ഇത്രയും ക്രൂരമായ രീതിയിൽ എത്തിച്ചതിനെക്കുറിച്ച് ഉള്ള പ്രതിഷേധം ട്രംപിനോട് അറിയിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ രണ്ട് പ്രധാനമന്ത്രിമാരും പ്രധാനമന്ത്രിയും ട്രംപുമായിട്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ അത് ഉയർന്നു വന്നില്ല. അതുപോലെ തന്നെ വാർത്താസമ്മേളനത്തിൽ അദാനിക്കെതിരെയുള്ള അമേരിക്കയിലുള്ള കേസിനെ കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ അസഹിഷ്ണുതയാണ് പ്രധാനമന്ത്രി കാണിച്ചത്. രണ്ട് രാഷ്ട്രത്തലവന്മാർ സംസാരിക്കുമ്പോൾ ഇത്തരം വ്യക്തികളെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്ന മട്ടിലാണ് അദ്ദേഹം മറുപടി നൽകിയത്. അപ്പോൾ പാർലമെന്റിലും അദാനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ പലപ്പോഴും ക്ഷുഭിതനായ മോദിയെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അതേ ശോഭം തന്നെയാണ് US-ലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കണ്ടത്. അപ്പോൾ ആയുധ കച്ചവടവും അങ്ങനെയുള്ള സാമ്പത്തിക ചർച്ചകളും അല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് നേരത്തെ ഇന്ത്യക്കാരെ കൈവിലങ്ങിട്ടും കാൽച്ചങ്ങലക്കിട്ടും നാടുകടത്തി കൊണ്ടുവന്ന സംഭവത്തിലുള്ള പ്രതിഷേധം പറയാൻ പോലും മോദിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ലജ്ജാകരമാണ്. രാഹുൽ ഗാന്ധി ചോദിച്ചത് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച അദാനിയുടെ വിഷയം ഒരു സ്വകാര്യതയായി മാറുന്നത് എങ്ങനെയാണ്? കാരണം രാജ്യത്തിൻ്റെ സമ്പത്തല്ലേ അദ്ദേഹം കൊള്ളയടിച്ചത്, അത് സംബന്ധിച്ച കേസല്ലേ അമേരിക്കൻ കോടതികളിൽ നടക്കുന്നത്. അതേക്കുറിച്ച് എന്തുകൊണ്ട് ട്രംപുമായി സംസാരിച്ചില്ല? അതിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് മോദിക്ക് കഴിയാതെ പോകുന്നത്? അപ്പോൾ ഇതൊരു സ്വകാര്യതയല്ല, അതിനപ്പുറമുള്ള ഗൗരവമുള്ള വിഷയം തന്നെയാണ് അദാനിക്കെതിരെയുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസ്.